Good evening. Good evening. Good evening, ma'am. Good evening, Good ma'am. evening, ma'am. Good evening, Good ma'am. evening, ma'am. Good Good evening, evening, ma'am. ma'am. Good evening. Good evening, ma'am. Good Good evening. evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, good evening, all. We can start. Once again, good evening to all. Okay, we can start. Who is going to do prayer? Prayer ആരാ ചെയ്യുന്നേ? ഞാൻ ചെയ്യാമേ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Okay, very nice. എപ്പോ കേട്ടാലും നല്ലൊരു നമുക്കൊരു മോട്ടിവേഷനോ എന്തൊക്കെയോ തോന്നുന്ന ഒരു അല്ലെ പ്രെയർ ആണോ പ്രെയർ ആണ്, അതേസമയം മോട്ടിവേഷൻ സോങ് ആണോ അതുമാണ്, ഒരു ടീം വർക്കിന് പറ്റുന്ന ഒരു സോങ് എന്നുള്ള രീതിയിലല്ലേ. Okay, fine. Next thought for the day, and who is going to do signing? Tamanna. Okay. Education is our passport to the future for tomorrow, belongs to the people who prepare for it today. Malcolm X. I welcome our dearest Jisha ma'am to our class and welcoming all for today's wonderful class. Sign in by Tamanna Azim. Thank you. Okay, thank you so much. Anything else? Oh, മാഡം ഒരു മോണ്ടിസോറി കോട്സ് പറയട്ടെ. തീർച്ചയായിട്ടും പറയാം. ഞാൻ അപ്പോഴേക്ക് ഒരു മെസ്സേജ് പറഞ്ഞിട്ട് പറയാം. ഓക്കെ ഓക്കെ മിസ് പറഞ്ഞോളൂ. നമുക്ക് ആ മെസ്സേജ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. കാരണം ദിവ്യയുടെ മെസ്സേജ് ആണ്. ഫ്രൈഡേ അശ്വതി മിസ് ആണ്. ആക്ച്വലി ആസ് പെർ ടൈം ടേബിൾ അശ്വതി മിസ് തന്നെയാണ് ബുക്കൊക്കെ എടുത്തു വെച്ചു എന്ന് പറയേണ്ടത്. അപ്പൊ ഈ ഫ്രൈഡേയും നെക്സ്റ്റ് ഫ്രൈഡേയും കൂടെ ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത്. സാറ്റർഡേസിലായിരിക്കും ഈ വീക്കും നെക്സ്റ്റ് വീക്കും അശ്വതി മിസ് വരുന്നത്. അതിനുശേഷം ആസ് യൂഷ്വൽ ഫ്രൈഡേ മിസ് വരും, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ഞാനായിരിക്കും. അശ്വതി മിസ്സിന് നാളെ എടുത്തോളാം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ചിലപ്പോ നാളെ ഞാൻ തന്നെയായിരിക്കാം, നോട്ട് കൺഫേം. ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇന്നും ഞാൻ തന്നെ ആയിരിക്കുന്നതും ഞാൻ പറഞ്ഞിരുന്നു, എനിക്കൊരു ഓർമ്മ. അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് ആ ഒരു വീക്കൊക്കെ അല്ലേ, നിങ്ങളെ ഒന്ന് നല്ലപോലെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സുമായി മേർജ് ആയതിനു ശേഷമാണ് കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് അങ്ങനെ ഇതിലേക്കൊക്കെ പോകുള്ളൂ കേട്ടോ. ടെൻഷനൊന്നും ആവണ്ട. കൂടുതലൊന്നും മിസ് ചെയ്തിട്ടില്ല. ഈവൻ ദോ ക്ലാസ് ലേറ്റ് ആയാലും കാര്യമായിട്ട് മിസ് ചെയ്യൊന്നുമില്ല. പിന്നെ വേറെ എന്തോ കൂടെ പറയാൻ വന്നു. യെസ്,
മായ കോട്ട് പറയാൻ വരുമല്ലേ. മായ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മായ ആയിരുന്നു റെഗുലർ ക്ലാസ്സിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യിച്ചത് ബട്ടർഫ്ലൈയുടെ? ഇല്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്യിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി യോഗ മാസ്റ്റർ ആണ്, എനിക്ക് മെഡിറ്റേഷൻ അറിയാം. ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മെഡിറ്റേഷൻ ദിവ്യ സിനോജ് അല്ലേ ചെയ്യിച്ചത്? ദിവ്യ ആയിരുന്നു, ദിവ്യ. ദിവ്യ ഉണ്ടോ നമ്മുടെ? ദിവ്യ ഉണ്ടോ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. നമ്മുടെ ദിവ്യ ഉണ്ടോ ഈ ക്ലാസ്സിലുണ്ടോ? ഇല്ലല്ലേ. ദിവ്യ ബുക്ക് എടുത്ത് മാറിയത് പറഞ്ഞത് ആണോ? ദിവ്യ കംഫർട്ടബിൾ ആണോ സെയിം ആക്ടിവിറ്റി ഒന്ന് അയ്യോ ചെയ്യാൻ? അയ്യോ, ആ ദിവ്യ വേറെ, ആ ദിവ്യ സിനോജ്. ദിവ്യ സിനോജ്. ഓക്കെ ഫൈൻ. മായ പറഞ്ഞോളൂ. ദിവ്യ വരുമ്പോ ചെയ്യും. ഗുഡ് ഈവനിങ് മായ, പ്ലീസ് ഷെയർ. Okay, ma'am. The most important period of life is not the age of university studies, but the first one, the period from birth to the age of 6. Montessori quotes. Can you just explain? അതായത് നമ്മളുടെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് അല്ല, അത് ശരിക്കും നമ്മുടെ ബർത്ത് സമയം തൊട്ട് 6 വയസ്സാകുന്നിടം വരെയുള്ള ആ ഒരു സമയമാണ് ശരിക്കും നമ്മളുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ്. അതാണ് മോണ്ടിസോറി ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ മാം. നമ്മൾ പഠിക്കുന്നതും 0 to 6 ഇയേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ്സ് പഠിച്ചു വരുന്നത്. ഓക്കെ ഫൈൻ. സോ ഞാൻ ആ ദിവ്യ ഉണ്ടെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യിക്കാന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മെഡിറ്റേഷൻ ആയിരുന്നു ആ ഒരു ബട്ടർഫ്ലൈ. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ഓൾ. അരയ്ക്കൊക്കെ കയറുന്നുണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. സോ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സോ ഹിയർ നമ്മള് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമായിരുന്നു അല്ലെ. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ജനറലി നമ്മൾ കുറെ കാര്യങ്ങൾ മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞു. നമുക്ക് +2 മാനേജ്മെന്റിനെ പറ്റി പഠിച്ച കുറെ ഇൻഫർമേഷൻസ് നമ്മളുടെ ഒരു ട്രെയിനിങ്, എനിക്ക് പേര് അറിയില്ല കേട്ടോ, കാരണം വെച്ചാൽ ലാപ്ടോപ്പ് അപ്ഡേറ്റഡ് ആയതിന്റെയാണോ എന്നറിയില്ല. ഞാൻ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഞാനും ഷെയർ ചെയ്ത സ്ക്രീനും മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളുടെ പേര് പോലും ഞാൻ കാണുന്നില്ല സ്ക്രീനിൽ. അപ്പൊ ഇവൻ സംസാരിക്കുമ്പോൾ അൺമ്യൂട്ട് ആവുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ആരാന്നുള്ളത്. അതൊന്നും എനിക്ക് കാണുന്നില്ല. രസ്നയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് രസ്ന. അപ്പൊ അത് അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇവൻ അത് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ലൈക്ക് നമ്മൾ ഇന്നലെ ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞ ടോപ്പിക് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇതൊന്നും വേണ്ട, നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ പോയി. മാനേജ്മെന്റ് ഒരു ആർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സയൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ പേഴ്സൺ, ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞോളൂ. ഈ 3 ആസ്പെക്റ്റേ നമ്മൾ പറഞ്ഞോളൂ അല്ലെ. ഈ 3 ആസ്പെക്ട് ആരെങ്കിലും 3 പേർക്ക് ഒന്ന് നല്ല ഓഡിയോ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ആരെങ്കിലും 3 പേരൊന്ന് മുമ്പിലേക്ക് വന്നൊന്ന് പറയാമോ? ആസ് ആൻ ആർട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നി ഇതും കൂടെ ആയിരിക്കാം ആസ് ആൻ ആർട്ട്. സയൻസ് എന്താണ്, ഓർഗനൈസേഷൻ എന്താണ്, ആ ഒരു രീതിയിലൊന്ന് പറയാനായിട്ട് എത്തും. ഇനി പറയണോ മാം? പറയൂ. 3 പറയണ്ടേ? ആസ് ആൻ ആർട്ട്, സയൻസ് അല്ലേ? നമുക്ക് ഒരു സജഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ പറയാത്ത ആരെങ്കിലും പറയാമോ? പറയാത്ത ആരെങ്കിലും പറയട്ടെ മാം. യെസ്, ഞാൻ രത്നയ്ക്ക് ഇന്നലെ പറഞ്ഞിരുന്നു. ഞാനും അതാ മിണ്ടാതെ നിക്കുന്നേ, പറയാത്തവര് പറഞ്ഞോട്ടെ. ഓക്കെ. 3 പേര് ഞാൻ പറഞ്ഞോട്ടെ? തീർച്ചയായിട്ടും. ആരാന്നൊന്ന് പേര് പറയണേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്ക്രീനിൽ കാണുന്നില്ല, മെസ്സേജ് വരുന്നത്. ദിവ്യ ദീപു. ദിവ്യ ദീപു.
ഫസ്റ്റ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെന്റ് ഒരു കലയായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ ഓരോരോ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലൂടെ പോകണം. ഓക്കെ ആണോ? അതായത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ ടാസ്കും നമ്മുടെ ഓരോ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ഓരോരോ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കണം ആർട്ട് എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി അതിൽ വന്നൊരു പോയിന്റ് അല്ലേ ദിവ്യ പറഞ്ഞപ്പോ, ക്രിയേറ്റീവായിട്ട്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ന്യൂ മെത്തേഡിൽ അല്ലെങ്കിൽ ന്യൂ ഇന്നോവേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ന്യൂ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് ഓരോന്നും ക്രിയേറ്റീവായിട്ട് ഓരോരോ ഫങ്ഷൻസും ടാസ്കും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. അറിയുന്ന നോളജ് ഇന്നോവേറ്റീവായിട്ട് യൂസ് ചെയ്ത് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. സെന്റൻസ് പറഞ്ഞ അത് കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞ സെന്റൻസ്? യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ആസ് എ സയൻസ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഇന്നലെ വന്നത്. എനിക്ക് കുട്ടികൾ പറഞ്ഞു തന്നതിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്നുള്ളത് മാനേജ്മെന്റ് പേരൊന്ന് പറയാം. ജയാന. മാനേജ്മെന്റ് ഒരു സയൻസിന്റെ രൂപത്തിലാണ് വരുന്നത്. ഇതിൽ 6 കാര്യങ്ങളാണുള്ളത്: ഫിലോസഫി, ലോസ്, തിയറീസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, പ്രാക്ടീസസ്. ഇതിൽ കൂടെ വേരിയസ് സിറ്റുവേഷൻസ് കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എന്താ വെച്ചാൽ ഒരു സ്കൂള് തുടങ്ങണമെങ്കിൽ ലോ അറിയണം, തിയറീസ്, ഓരോ ആൾക്കാർ പറഞ്ഞിട്ടുള്ള തിയറീസ് മനസ്സിലാക്കണം, ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുള്ള ഫിലോസഫിയിലൂടെയാണ് പിന്നെ ഓരോ റൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോവേണ്ടി വരും. പിന്നെ ഒരുപാട് പ്രാക്ടീസ്, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീസ് ആവശ്യമായിട്ട് വരും. ഇതിൽ കൂടെയൊക്കെയാണ് സയൻസ് ഇതാക്കിയിട്ട് വരുന്നത്, മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്നുള്ളത്. ഓക്കെ, അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്ട്. പണ്ട് കാലം തുടങ്ങി ആളുകള് പോസ്റ്റുലേറ്റ് ചെയ്ത്, അതായത് പറഞ്ഞു വെച്ചിട്ടുള്ള തിയറീസ്, പ്രിൻസിപ്പിൾസ്, ഫിലോസഫി എല്ലാം കൂടെ വരുന്ന വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ് സയൻസ്. അത് നമ്മൾ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുവാണ് ആ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ. പലതരം പ്രാക്ടീസസ് ചെയ്യുന്നു, എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അഞ്ജന പറഞ്ഞത് കറക്റ്റാണ്. എക്സ്പെരിമെന്റ്സ് ആൻഡ് റിസൾട്ട് ഓറിയന്റഡ്. എന്തോ പറഞ്ഞു മറിയ മോണ്ടിസോറി എന്ന് പറയുന്നത്? മാഡം, മരിയ മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾസും ഫിലോസഫി പ്രിൻസിപ്പിൾസ് അതൊക്കെ എടുത്തിട്ടാണല്ലോ നമ്മൾ മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യണത്. അവരുടെ പ്രോസസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ. അതെ, ആ ഒരു മെത്തേഡ് അവരതങ്ങ് ഡിസൈൻ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിന്റെ ചെറിയൊരു മോഡൽ അവരുടെ ക്ലാസ് റൂം എൻവയോൺമെന്റിൽ ഡിസൈൻ ചെയ്തു. കുട്ടികൾ അവിടെ നിന്ന് ആ ഒരു 3 years അവരവിടെ പ്രാക്ടീസ് ചെയ്ത് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ കാണുന്ന ആ വലിയൊരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപരിചിതത്വം ഇല്ല. കാരണം ഓൾറെഡി അതിന്റെ മിനിയേച്ചർ വേർഷൻ തന്നെ അവരവരുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അതിനേക്കാൾ വലുപ്പമുള്ള അത് റിലേറ്റഡ് കാര്യങ്ങൾ കാണുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ മോണ്ടിസോറി അങ്ങനെ തന്നെയായിരുന്നു. എക്സ്പ്ലോർ ചെയ്യിക്കുവാണ് കുട്ടികളെ, ക്ലാസ് റൂമിലും എക്സ്പ്ലോർ ചെയ്യിക്കുന്നു, പുറത്തേക്ക് കൊണ്ടുപോയി എക്സ്പ്ലോർ ചെയ്യിക്കുന്നു. സോ ദാറ്റ് ഇസ് ഇവിടെ സയൻസ് പറഞ്ഞത് അതൊരു ഫാക്റ്റ് ആണ്. തിയറീസ്, പ്രിൻസിപ്പിൾ, ഫിലോസഫി എല്ലാം കൂടെ വന്നു ചേരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റിൽ സയൻസ് അപ്ലൈ, മാനേജ്മെന്റ് സയൻസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ. പറയട്ടെ മാം? പേരും കൂടെ പറയണേ. ധന്യ. മാനേജ്മെന്റ് എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ
As an organization, it accomplishes a formal structure by setting a target and achieving it through functions and tasks. അതായത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഗവൺമെന്റ് മാനേജ്മെന്റ് ആണെങ്കിൽ കൂടി കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. വെൽഫെയർ ഓർഗനൈസേഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ചെയ്തു വരണം, എല്ലാവരും കൂടി ചെയ്ത് കിട്ടുന്നതാണ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ ആണ് എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് ഒരു ടാർഗറ്റ്, ഒരു ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കംപ്ലിഷിംഗ് എ ഗോൾ എന്നാണ് അതിൽ ചുരുക്കം പറയുകയാണെങ്കിൽ പറയേണ്ടത്. അക്കംപ്ലിഷിംഗ് എ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്നു. അത് എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെ, ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലാണെങ്കിൽ ആളുകൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം, അവരുടെ ഹെൽത്ത് നല്ല രീതിയിലാക്കിയെടുക്കുക, ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ. ഹെൽത്ത് സെക്ടറിലാവുമ്പോ രണ്ട് മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. പേഷ്യൻസ് വരും, അവിടുത്തെ എംപ്ലോയീസ് വരും, പേഷ്യൻസിന്റെ കൂടെ വരുന്നവർ വരും. അപ്പൊ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ആ ഹെൽത്ത് സെക്ടറിന്റെ ആ ഒരു ഓർഗനൈസേഷനിൽ അവർ ശ്രദ്ധിക്കുന്നു. സോ അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് അതും കൂടിയാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഗോൾസ്, ഒബ്ജക്റ്റീവ്, ടാർഗറ്റ് അങ്ങനെ എല്ലാം അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മള് ആസ് ആൻ ഓർഗനൈസേഷനിൽ വരുന്നത്. നെക്സ്റ്റ്, ആസ് എ പേഴ്സൺ അത് വരുമ്പോഴോ പറയൂ. എന്തായിരുന്നു പേര് പറഞ്ഞിരുന്നു? ആയിഷ. Management may be seen as a person or group of people. അതായത് ഇപ്പൊ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം. ഇപ്പൊ ഒരു സ്കൂളിന്റെ കേസിലാണെങ്കിൽ അവിടെ ദർ വിൽ ബി ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവാം, സീനിയർ സ്റ്റാഫ് ഉണ്ടാവും, ഹെഡ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരും കൂടിയതായിരിക്കും സ്കൂളിലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഓഫ് ടീ ഷോപ്പ്, ഒരു ചായക്കടയിലാണെങ്കിൽ ഒരാളായിരിക്കും ആ ഷോപ്പിനെ ലീഡ് ചെയ്യുന്നുണ്ടാവുക. അയാൾ തന്നെ ആയിരിക്കും മൊത്തത്തിൽ ആ കട മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ സ്നാക്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ഭക്ഷണങ്ങൾ സെർവ് ചെയ്യുക, കാഷ്യറായിട്ടും എല്ലാ കാര്യങ്ങളും അയാൾ ഒറ്റക്കായിരിക്കും പ്രസന്റ് മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ രണ്ട് രീതിയിൽ മാനേജ്മെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. മാനേജ്മെന്റ് മേ ബി സീൻ ആസ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. സോ നിങ്ങൾക്ക് ക്ലാസ് റൂം ഒക്കെ കിട്ടി തുടങ്ങിയോ? കിട്ടി മാം. കിട്ടി. Next one, management say discipline. Okay, can you just read by like mute ഉറക്ക വായിക്കണം എന്നുള്ളതൊക്കെ മ്യൂട്ട് ചെയ്ത് ഉറക്ക വായിക്കാം, അല്ലെങ്കിൽ മൈൻഡ് റീഡിങ്. മാം അതൊന്ന് ഇൻ ദി സെൻസ് മുതലാണോ അല്ല അതിന് തൊട്ട് മുകളിലുണ്ടോ? മുകളിൽ ഈ ഒരു പേജിലാണ് അതിന്റെ ആ ഒരു ഹെഡിങ് വന്നിരിക്കുന്നത്. എഡിറ്റ് ചെയ്തപ്പോ PDF ആക്കിയപ്പോ ചിലപ്പോ അങ്ങനെ ആയി പോയതായിരിക്കാം. പേജ് സെറ്റിംഗ്സിലെ കറക്റ്റ് ആവാതെ ഹെഡിങ് മുകളിലത്തെ പേജ് കിടക്കുക, അതാ ഞാൻ ഇതെടുത്ത് വെച്ചത്. ഓക്കെ, മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ. മാം വായിക്കട്ടെ? വായിച്ചോളൂ. In this sense, management is a field of study. ഹലോ ക്ലാസ്സിൽ ആദ്യമായിട്ടാണോ? അല്ല മാം, ആദ്യത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നുമല്ല, നമുക്കിവിടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലി വായിപ്പിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിൽ വായിക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ എത്തി. കാരണം ഈ 154 പേരിലേക്കും എത്തില്ല വായിക്കാനായിട്ട്. ഓരോരുത്തരുടെ ടേൺ ചിലപ്പോൾ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല ഒരാൾ. അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം നമുക്ക് ഇങ്ങനെ മൈൻഡ് റീഡിങ് പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതല്ലേ നല്ലത്. അത് വായിക്കണോ? ആരെങ്കിലും വായിക്കണം എന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വായിച്ചോളൂ, കുഴപ്പമില്ല. ബട്ട് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ്. ഇല്ല, അങ്ങനെയില്ല മാം പറയുന്ന പോലെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇനി വായിക്കാൻ വേണ്ടി മാം വെയിറ്റ് ചെയ്തതാണോ വിചാരിച്ചിട്ടാണ് ഞാൻ വായിക്കാൻ ചോദിച്ചത്. ഉറക്ക വായിക്കണം എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ. ഓക്കെ മാം.
മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, കഴിഞ്ഞോ? തംസപ്പുകൾ കണ്ടുകൊണ്ട് ചോദിച്ചാണേ. എല്ലാരും കഴിഞ്ഞോ? ഓക്കെ, നമ്മൾ ഓരോന്ന് പറഞ്ഞു വന്നു. ആസ് എൻ ആർട്ട്, സയൻസ്, ഓർഗനൈസേഷൻ, പേഴ്സൺ, അങ്ങനെ ഓരോ ലെവലിലും ഓരോ ആസ്പെക്റ്റിലും നമ്മൾ കണ്ടു മാനേജ്മെന്റ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്നുള്ള ആ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് നോളജ്, എല്ലാത്തിനും ഒരു ഓർഡർ നല്ലൊരു ഇൻപുട്ട് കൊടുക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ അറിയാവുന്ന ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പട്ടാളക്കാര് ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും അല്ലേ? ഏതൊരു വർക്കിന് നല്ലൊരു ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട്. സോ ഡിസിപ്ലിൻ, അപ്പൊ അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാണ്, അവർക്ക് അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇത്ര ടൈമിൽ അവിടെ എത്തിയിരിക്കണം സ്റ്റാഫ്, ഇത്ര മണിക്ക് അവര് വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ആ ഒരു വീക്ക്ലി ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം, ലീവ് എടുക്കുവാണെങ്കിൽ അത് ഇൻഫോം ചെയ്യണം. അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, അതായത് എത്തിക്സ് ഉണ്ടാകും, ചില എന്താ പറയാ മര്യാദകൾ, ചില വാല്യൂസ് അവര് മുറുകെ പിടിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കുത്തഴിഞ്ഞ രീതിയിലാകരുത് മലയാളത്തിൽ പറയുമ്പോൾ. സോ അതാണ് ആസ് എ ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ. ഈ മാനേജ്മെന്റ് ലെവലില് പല രീതിയിലുള്ള പ്രൊഫഷണൽസ് ഉണ്ടാകും അല്ലെ, നല്ല പോലെ നോളജ്, നല്ല പവർ ഓഫ് നോളജ് വളരെ കൂടുതലുള്ളവരുണ്ടാകും. പിന്നെ നല്ല രീതിയിൽ കാര്യങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ടാകും, ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാകും. മാനേജർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എന്ത് കാര്യം ടു ഹാൻഡിൽ. നമ്മൾ അതിന്റെ ഇറ്റാലിയൻ വേർഡിന്റെ മീനിങ്ങും അങ്ങനെ ഫ്രഞ്ച് വേർഡിന്റെ ഇതും എല്ലാം നമ്മൾ ലാറ്റിൻ വേർഡിന്റെ ഒക്കെ പറയുമ്പോൾ ടു ഹാൻഡിൽ, ടു കൺട്രോൾ, അതൊക്കെയായിരുന്നു അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു മാനേജ്മെന്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു സിസ്റ്റത്തിനകത്ത്, മാനേജ്മെന്റ് എന്നുള്ള സിസ്റ്റത്തിനകത്ത് പല ലെവലിലെ നോളജ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ നോളജ് അവര് പലപ്പോഴും ഓൺലി എഡ്യൂക്കേഷനിലൂടെ മാത്രം കിട്ടിയ നോളജ് ആയിരിക്കില്ല. ടൈമിലി അവർക്ക് പല ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളിലൂടെയും അവരതിൽ എക്സ്പേർട്ടൈസ് ആയവരായിരിക്കും അല്ലെ, എക്സ്പേർട്ടൈസ് ആയവരായിരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തു, ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളതൊന്ന് ബ്രീഫ് ചെയ്തു, ആരും ലേറ്റ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ്. നെക്സ്റ്റ് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ അത് ഒന്നുകൂടെ ബ്രീഫ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ടൈസ് ആയി, കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയി. ഓക്കെ, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയും കിട്ടിയ ഇൻഫർമേഷൻസിനെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാൾ എഴുതിയ നോട്ട്സിനെ റെഫർ ചെയ്യുന്നതിനേക്കാളും നല്ലത്, നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും, ആ നോട്ട്സ് മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് എഴുതി വരുമ്പോഴേക്കും അത് നല്ലൊരു ഇൻഫർമേഷന്റെ ഒരു ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം, ആ ഒരു രീതിയിൽ ഒരു നോളജ്ഫുൾ ആകും. അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു ടെൻഷനോ കൺഫ്യൂഷനോ മനസ്സിലാകാത്ത കാര്യമൊന്നും അതിൽ വരില്ല. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടത്. വി ഹാവ് ടു ഹാൻഡിൽ വാട്ട് എവർ ഈസ് ഇൻ ബിറ്റ്വീൻ ഇൻ ഫ്രണ്ട് ഓഫ് us, വി ഹാവ് ടു ഹാൻഡിൽ ഓൾ ദ തിങ്സ്. അതിപ്പോ ഒരു ടോപ്പിക് നമുക്ക് വായിക്കാനാണെങ്കിൽ ഫസ്റ്റ് വായിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല, വീണ്ടും ട്രൈ ചെയ്യുന്നു മനസ്സിലാവുന്നില്ല, ദെൻ നമ്മൾ റെഫറൻസ്, നമ്മളൊന്നില്ലെങ്കിൽ അതിന്റെ മീനിങ് നോക്കുന്നു. ഇപ്പൊ ഒത്തിരി ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ,
ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കാം. ബട്ട് അത് മുഴുവനായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത്. കാരണം ചില സമയത്ത് അത് ആ ഒരു ക്യാപ്ചർ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ അതിന്റെ മീനിങ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് എന്നാലും നമ്മൾ അത് റിലേറ്റഡ് ടോപ്പിക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഡീറ്റെയിൽസ് കിട്ടും. രണ്ടും കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോഴേക്ക് യെസ് ഞാൻ മനസ്സിലാക്കി, എന്റെ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി സം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും, അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് വരും, എത്തിക്സ്, അവർക്കൊരു അവരുടേതായ ഒരു വാല്യൂ ഉണ്ടാകും ആ ഒരു ഓർഗനൈസേഷൻ എന്ത് തന്നെ ആയാലും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നതാണ് ആസ് എ ഡിസിപ്ലിൻ എന്നുള്ളത് പറയുന്നത്. പിന്നെ പല പ്രോസസ്സിന്റെ കളക്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ആക്ഷൻ പ്ലാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഏത് രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് വരാം, പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് വരാം, ആക്ഷൻ പ്ലാനിങ് വരാം. പെട്ടെന്ന് എന്താ പറയാ, ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാണ്, അത് നോർമലി വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, പക്ഷെ അവരെപ്പോഴും അലേർട്ട് ആയിരിക്കും അല്ലെ. പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ആ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു അലേർട്ട്, വിജിലന്റ് ആയിരിക്കും അവര്. അതായത് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റുന്നു, വലിയൊരു ആക്സിഡന്റ്, മോർ ദാൻ 40 നമ്പർ ഓഫ് ആളുകൾക്ക് ഇഞ്ചുറി സംഭവിക്കുന്നു. സോ ഹോസ്പിറ്റൽ എപ്പോഴും റെഡിയാണ്. പിന്നെ മഴക്കാലം വരുമ്പോഴേക്കും ബ്ലൂ കോഡേഴ്സ്, ഹോസ്പിറ്റലുകൾക്കുള്ള കോഡുകൾ ഉണ്ടല്ലോ. പിന്നെ മഴക്കാലം വരുമ്പോഴേക്കും ചിലയിടങ്ങളിൽ പല അപകടങ്ങൾ സംഭവിക്കാം. മഴക്കാലത്ത് ആക്സിഡൻസ് സംഭവിക്കാം, ഫ്ലഡിന്റെ ഒരു ത്രെട്ട് ഉണ്ടാകാം. പിന്നെ ഈ കുട്ടികൾ ചിലപ്പോൾ പുഴയിലൊക്കെ ഇറങ്ങി അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാം. അങ്ങനെ പല രീതിയിൽ അപകടങ്ങൾ സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഹോസ്പിറ്റലുകൾ എപ്പോഴും വിജിലന്റ് ആണ്. അവരാ എന്താ പറയാ, ആവറേജ് ഒരു ദിവസം ഇപ്പൊ ഇത്ര പേഷ്യൻസേ വരുള്ളൂ എന്നൊരു ആവറേജ് കണക്കെടുത്തൊന്നും അവരിയ്ക്കില്ല. അവർ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അവർ വിജിലന്റ് ആയിട്ടിരിക്കും. ആ സമയത്ത് സ്റ്റാഫിനെ എങ്ങനെ കൂട്ടാം, സ്റ്റാഫിന്റെ നമ്പർ എങ്ങനെ കൂട്ടാം, പിന്നെ റൂമിന്റെ അവൈലബിലിറ്റി കുറയും, അപ്പൊ അതിനനുസരിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന പോർഷൻസ് ഒക്കെ എങ്ങനെ റൂം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അവിടെ ഒരു പ്ലാനിങ് നടക്കും. ഓൾറെഡി അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഇതെല്ലാമാണ് മാനേജ്മെന്റ്, അതെല്ലാം ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനില് കോഡ് ഓഫ് കണ്ടക്ട് എത്തിക്സിലൂടെ പോകണം. ഇതെല്ലാം ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട്, ഡിസ്റ്റർബ്ഡ് ആയിട്ട്, ഡിസോറിയന്റഡ് ആയിട്ടും ഡിസോർഡർ ആയിട്ടും ഒക്കെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ആക്ഷൻ പ്ലാനിങ്ങും ഒന്നും ശരിയായ രീതിയിൽ നടക്കില്ല. സോ ഒരു ഡിസിപ്ലിൻ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിസിപ്ലിൻ, അതൊരു ഡിസിപ്ലിനും കൂടിയാണ്. അതില് പല കാര്യങ്ങളും, പല റിസോഴ്സസും ഇതിനകത്ത് വരുന്ന റിസോഴ്സസ് ഹ്യൂമൺ ഉണ്ടാകും, മെറ്റീരിയൽ ഉണ്ടാകും, ഫിനാൻഷ്യൽ റിസോഴ്സസ്, ടൈം എല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രോസസ് എല്ലാം ഇതെല്ലാം ഇതിന്റെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മളിത് പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ റോൾസ് അങ്ങനെ എല്ലാം കണക്റ്റഡ് തന്നെയാണ്. നമ്മളിപ്പോ ഓരോ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ പറയുന്നതെല്ലാം ചേർന്നെത്തുന്നത് മാനേജ്മെന്റിന്റെ പല ഫങ്ഷൻസിലേക്കാണ്. മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന റിസോഴ്സസ്, ആളുകളുണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ റിസോഴ്സും യൂസ് ചെയ്യും. ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു എമർജൻസി വരുന്ന സമയത്ത് ഈ പറയുന്ന റിസോഴ്സസ് എല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. നമുക്കറിയാം, ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ എല്ലാ റിസോഴ്സസും യൂസ് ചെയ്യും. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം യൂസ് ചെയ്യില്ലേ നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ. ആളുകളായിട്ട് വോളണ്ടിയേഴ്സ്, മെഡിക്കൽ ടീം എല്ലാം വരാം. ഓക്കെ, സോ അങ്ങനെ പല രീതിയിലും വരണം. അപ്പൊ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അവിടെ 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, 3:30 ക്ലാസ് തീരുന്നു. അപ്പൊ ആ ഒരു 9 മണിക്ക് കുട്ടികൾ വരാതെ 9:15, 9:30 അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ സ്കൂളിന്റെ ഡിസിപ്ലിനെ അത് ബാധിക്കും അല്ലെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിലും ഈവൻ ദോ ഞാൻ ലേറ്റ് ആയാലും ദാറ്റ് വിൽ അഫക്ട് ദ ഡിസിപ്ലിൻ ഓഫ് അവർ ക്ലാസ് അല്ലെ. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ അതാണ് ടൈം പങ്ക്ച്വാലിറ്റി ഇവിടെ പറഞ്ഞു, എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഓരോ പെർസ്പെക്റ്റീവ് കാണുമായിരുന്നു. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കൂടെ ചേർന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടുവിൽ പഠിച്ച ആൾക്ക് ഇതിനെ പറ്റി കുറെ പറയാനുണ്ടാവുമായിരിക്കും. ബേസിക് ഫങ്ഷൻ രസനയാന്ന് തോന്നുന്നു അല്ലെ. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ?
എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ആർട്ട്, സയൻസ്, ഓർഗനൈസേഷൻ, പേഴ്സൺ, then comes discipline. Then here is your first assignment. നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ആണ് ഈ ഓരോ പെർസ്പെക്റ്റീവിനെയും കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ. ക്ലാസ് റൂമിൽ ഞാൻ ക്വസ്റ്റ്യൻ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫങ്ഷൻസ് അല്ല, നമ്മളിപ്പോ മാനേജ്മെന്റ് പല റോൾസിൽ നമ്മൾ കണ്ടില്ലേ? ആർട്ടായിട്ട് കണ്ടു, സയൻസ് ആയിട്ട് കണ്ടു, ഓർഗനൈസേഷൻ ആയിട്ട് കണ്ടു, ആസ് എ പേഴ്സൺ കണ്ടു, ഡിസിപ്ലിൻ കണ്ടു, അല്ലെ? 5 പെർസ്പെക്റ്റീവ്സ് നമ്മൾ കണ്ടു. ഈ 5 പെർസ്പെക്റ്റീവും മനസ്സിൽ വെച്ചിട്ട് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? ജസ്റ്റ് ആലോചിക്കുക. ഇപ്പം പേഴ്സന്റെ കാര്യത്തിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്ന, ഒറ്റയ്ക്ക് ചായക്കട നടത്തുന്ന ഒരാള് പറയും, അതൊരു ആർട്ടാവുമ്പോൾ ആർട്ട് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഓർഗനൈസേഷൻ, നിങ്ങൾ കയറിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ പോയിട്ടുള്ള ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്ത് ആർട്ടിസ്റ്റിക്കലായിട്ടാണ് അയാൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫീൽ തോന്നില്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ആ സാരി നടക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയം. നിവർത്തി കാണിക്കാൻ പറയും. ആ മറ്റേ ചായക്കടന്റെ പറഞ്ഞ പോലെ ചായ അടിക്കണത് തന്നെ കാണാൻ രസല്ലേ, ആർട്ടാക്കിട്ട്. അതെ, അപ്പൊ അത് നിങ്ങൾ എഴുതുമ്പോൾ അതിനനുസരിച്ച് എഴുതണം. പിന്നെ സാരി മടക്കുമ്പോൾ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഓരോന്നും കാണിച്ചാന്നറിയാം, അവരൊക്കെ അത് ഫുൾ നിവർത്തി കാണിക്കും, അവര് തിരിച്ചത് മടക്കി വെക്കണതാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് തിരിച്ചത് മടക്കാൻ പറ്റില്ല കേട്ടോ. കോട്ടൺ ഒക്കെ ആണെങ്കിൽ ആ മടക്കം നോക്കി എത്ര സമയം എടുത്താലും അത് മടക്കാൻ പറ്റുന്നത്. ഷിഫോൺ, സിൽക്കൊന്നും ഒരു രീതിയിലൊന്നും നടക്കാറില്ല. അപ്പൊ അതുണ്ട്. ചിലർ അയൺ ചെയ്യുന്നത് ഒരു ചുളുക്കും ഉണ്ടാവില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ അയൺ ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടോ, നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ചുളുങ്ങില്ല. അങ്ങനത്തെ രീതിയിൽ ഒരു പെർഫെക്ഷൻ അയണിങ്ങിൽ വരും. അങ്ങനെ അതൊക്കെ ശരിക്കും അതൊക്കെ ആ ഒരു മാനേജ് ചെയ്യാനുള്ള കഴിവാണ്, അല്ലെ? അല്ല, ഓരോന്നിനും ഓരോ എക്സാമ്പിൾ ആണ് എഴുതേണ്ടത്. അതെ അതെ, ഓരോ എക്സാമ്പിൾ ഒരെണ്ണം. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ്. അത് നല്ല ഇലാബറേറ്റ് ചെയ്ത് എഴുതണോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്താണോ എക്സാമ്പിൾ അത് മാത്രം മതിയോ? എക്സാമ്പിൾ എഴുതുമ്പോ നമുക്ക് മനസ്സിലാകണം. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഹൗ ഇറ്റ് ബിക്കം ആൻ ആർട്ട്, അല്ലെങ്കിൽ ഹൗ അതിൽ സയൻസ് ആണ് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ പറഞ്ഞു, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ട് അസൈൻമെന്റ് എഴുതി വച്ച് തുടങ്ങിക്കോ. ക്ലാസ് റൂമിൽ ഇട്ടതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ ടോപ്പിക് ഇംഗ്ലീഷിലാണ്, സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമല്ലോ നമുക്ക്, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇംഗ്ലീഷിൽ സിമ്പിൾ ആയിട്ട് അതേ ഡെഫിനിഷൻ അങ്ങനെയാണോ എഴുതണ്ടേ? ഒരിക്കലും അങ്ങനെ എഴുതരുത്. ഓക്കെ, നമുക്ക് മനസ്സിലായിട്ടുള്ള ഡെഫിനിഷൻ നമ്മളുടെ ഓൺ വേർഡ്സിൽ എഴുതാം, എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതാം. ഇപ്പൊ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓർക്കുക, നമ്മൾ പോയിട്ടുള്ള പല സ്ഥലങ്ങളിൽ ആർട്ടിസ്റ്റിക്കലായിട്ട് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് അത് എഴുതാം. ഇപ്പൊ പറഞ്ഞത് തുണി മടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ കുറെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ, നോർത്ത് ഇന്ത്യൻ ഒരു ഡോക്ടർ കുട്ടികളെ ഇഞ്ചക്ഷൻ ചെയ്യണത്, പീഡിയാട്രീഷ്യനാ, കുഞ്ഞുങ്ങളെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, ഹിന്ദിയിൽ പാട്ടൊക്കെ പാടി. സോ അതാണ് ഹൗ ബ്യൂട്ടിഫുള്ളി ഈസ് ഡൂയിങ് ദാറ്റ്. നല്ല രീതിയിൽ മാനേജ് ചെയ്യുവാൻ. ഈസ് ഓൾസോ എ മാനേജർ. ഡോക്ടർ ആണെങ്കിൽ, പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടർ ആണെങ്കിലും ഈസ് മാനേജിങ് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. ടീച്ചർ, ഒരു കാര്യം, എന്തോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പറഞ്ഞു, അത് എന്താന്ന് ഞാൻ കേട്ടില്ല. എങ്ങനെ ചെയ്യരുത് എന്നാ പറഞ്ഞത്? PDF സെന്റൻസ് അതേപോലെ എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചു. അത് ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി PDF വായിച്ചു പോയി. അത് തന്നെ എഴുതി അസൈൻമെന്റ് വെക്കണ്ടല്ലോ. മനസ്സിലായോ? അസൈൻമെന്റ് ബുക്കിൽ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ മാം ഇടുമ്പോ? മതി. നമ്മളുടെ മോഡ്യൂളിന്റെ പേര് എഴുതുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക, ഡേറ്റ് എഴുതുക, എഴുതിയിട്ട് അതിന്റെ ഇമേജ് എടുത്തിട്ട് PDF ആക്കോ, അങ്ങനെ സബ്മിറ്റ് ചെയ്യോ, എങ്ങനെയാണോ നിങ്ങൾ അസൈൻമെന്റ് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഞാൻ ക്ലാസ് റൂമിൽ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കും. അതായത് നമ്മൾ കണ്ട ഈ എല്ലാ പെർസ്പെക്റ്റീവ് 5 എണ്ണം അല്ലേ? യെസ്, 5 പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ ഓരോ പെർസ്പെക്റ്റീവിനും ഓരോ എക്സാമ്പിൾ എഴുതാനായിരുന്നു. അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി.
ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മളിപ്പോ ഇതെല്ലാം ഏകദേശം എല്ലാത്തിനും ഒരേ തന്നെ എക്സാമ്പിൾ തന്നെ ആയില്ലേ? ഏകദേശം വരിക എല്ലാം നോക്കുമ്പോഴും നമ്മൾ നോക്കുമ്പോ അങ്ങനെയാണെന്നും കുഴപ്പമില്ല. പക്ഷെ ആ എക്സ്പ്ലനേഷനിൽ അത് ആർട്ടായിട്ട് തോന്നുകയും വേണം, സയൻസ് ആയിട്ട് തോന്നുകയും വേണം. ചായ അടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒഴിക്കുന്നത്, അവിടെ ആർട്ട് ഉണ്ട്, അതിലൊരു പേഴ്സൺ മാത്രമേ ഉള്ളൂ, അവിടെ സയൻസും ഉണ്ട് ശരിക്കും. അതിലൊരു സയൻസ് ഉണ്ട്, അതിലൊരു ഡിസിപ്ലിൻ ഉണ്ട്, ശരിക്കും ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ആർട്ട് ഉണ്ട്, എല്ലാം അതിൽ ഇൻക്ലൂഡ് ആണല്ലോ. അതെ. പക്ഷെ അപ്പൊ ഡെഫിനേഷൻ എഴുതുമ്പോ അതിന്റെ ഓരോന്നിനും വ്യത്യാസമായിട്ട് എഴുതണം. അതായത് ഏത് പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾക്ക് അത് ആർട്ടായിട്ട് തോന്നിയത്, ഏത് രീതിയിൽ നോക്കിയപ്പോഴാണ് സയൻസ് ആയിട്ട് തോന്നിയത്, അങ്ങനെ രീതിയിൽ എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോ മാം PGക്ക് വേറെ അസൈൻമെന്റ് ബുക്ക് വേണം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മറ്റേ ഡിപ്ലോമയുടെ നോട്ട്സിൽ ഏതണ്ടാ വേറൊരു ബുക്ക് അതിന് ചെറിയൊരു ബുക്ക് അതിന് വേണ്ടി കീപ്പ് ചെയ്താൽ മതി. 100 പേജിന്റെയോ 80 പേജിന്റെയോ 120 പേജോ, അല്ലെങ്കിൽ ലൂസ് A4 ഷീറ്റിന്റെ ബുക്കാണോ മാം അസൈൻമെന്റ് ബുക്ക് ആയിട്ട് എടുക്കേണ്ടത്? ഇല്ല, നമ്മുടെ കോളേജ് നോട്ട് ബുക്ക് ഇല്ലേ, എന്റെ കയ്യിലുള്ള കോളേജ് നോട്ട് ബുക്ക് ഇത്തിരി വലുതാ, ഇത്രയും വലുത് വേണ്ട. ഞാൻ കാണിച്ചു തരാം, 2 നോട്ട് ബുക്ക് കാണിച്ചു തരാം. അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ ഈ ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്ത നോട്ട് ബുക്കാണേ. ഒരു മിനിറ്റ്. ഈ വലിപ്പം കണ്ടോ? ഈ ബുക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത്, വലിയ നീളമുള്ള കോളേജ് നോട്ട് ബുക്കാണ്. രണ്ടിന്റെ സൈസ് ഡിഫറൻസ് മനസ്സിലായോ? ഈ ബുക്കിന് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് നോട്ട് അല്ലെങ്കിലും A4 ഷീറ്റിൽ എഴുതിയിട്ട് ഒരുമിച്ച് ലാസ്റ്റ് ബൈൻഡ് ചെയ്താലും കുഴപ്പമില്ലല്ലോ? മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, A4 ഷീറ്റ് ആവുമ്പോ നമ്മൾ അത് നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കണം. ലൂസ് ഷീറ്റ് അല്ലേ, ഒരെണ്ണം മിസ്സായി പോവാതെ, ഫാനൊക്കെ കറങ്ങുമ്പോ ഒരെണ്ണം പറന്ന് മേശയുടെ കടിയിൽ പോയി കിടന്ന് നമ്മൾ ചിലപ്പോൾ അറിയില്ല. അതുകൊണ്ട് അത് നിങ്ങൾ സെക്യൂർ ആയിട്ട് വെക്കണം. ലൂസ് ഷീറ്റ് ആവുമ്പോ അത് പോകാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വെക്കണം. ഫയൽ ചെയ്ത് വെക്കുന്നതിൽ അതും കുഴപ്പമൊന്നുമില്ല. അസൈൻമെന്റ് പേപ്പർ തന്നെ വാങ്ങി എഴുതാം, അല്ലാതെ സാധാരണ പേപ്പർ വാങ്ങി എഴുതാം. സബ്റ്റ് ചെയ്യുന്നു കേട്ടോ. എങ്കിൽ ഡയറിയിൽ എഴുതിയാലും ഫോണിൽ ക്രിയേറ്റ് ചെയ്ത് വിടുകയല്ലേ വേണ്ടത് മാം അസൈൻമെന്റ്? സാധാ ഡിപ്ലോമയ്ക്ക് ഇപ്പൊ ഞങ്ങൾ ചെയ്യണ പോലെ ഫോണിൽ തന്നെ അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് എഴുതി ടൈപ്പ് ചെയ്ത് വിടുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ ചെയ്താ പോരെ അസൈൻമെന്റ്? ടൈപ്പ് ചെയ്ത് ചെയ്യാനാണോ താല്പര്യം? അങ്ങനെയാണോ നിങ്ങൾ അസൈൻമെന്റ് വെക്കുന്നത്? എഴുതുന്നത് അല്ലേ കുറച്ചുകൂടെ നല്ലത്. ഞാൻ അതിനൊന്നും പറയുന്നില്ല. ഇനി ടൈപ്പ് ചെയ്ത് നമ്മളുടെ തന്നെ വ്യൂസ് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് എനിക്ക് അങ്ങനെ വെക്കാനാ താല്പര്യമെങ്കിൽ യു ക്യാൻ ഡു. ഈവൻ ഞങ്ങൾ PGക്ക് പോലും ഞങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ട് ഹാൻഡ് റിട്ടൺ ആയിരുന്നു. PG മീൻസ് ഞാൻ MSW എടുത്തപ്പം ആ സമയത്ത് ഞങ്ങളുടെ മോണ്ടിസോറി പഠിച്ചപ്പോ എല്ലാം ഹാൻഡ് റിട്ടൺ ആയിരുന്നു, ഒന്നും ടൈപ്പ് ചെയ്ത് തരുന്നില്ല. ഞാൻ കേട്ടില്ല, ഈ അസൈൻമെന്റ് ആണോ ടൈപ്പ് ചെയ്യണ കാര്യം പറയണത്? അവര് നമ്മളുടെ ഒരു ട്രെയിനി പറഞ്ഞു ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഫോണില് അത് അങ്ങനെ അയച്ചാ പോരേന്ന് ചോദിച്ചു. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യില്ല. ബട്ട് ഇഫ് യു ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓക്കെ ഫോർ യു ക്യാൻ ഡു. എഴുതി ടൈപ്പ് ചെയ്യണ്ടേ, ഹാൻഡ് റിട്ടൺ ആക്കി എഴുതിക്കോളാം. യെസ്, റൈറ്റ് ആൻഡ് ദെൻ ടേക്ക് ഫോട്ടോ ആൻഡ് ദെൻ അപ്ലോഡ്. അത് തന്നെയാണ് നല്ലത്. നമ്മള് അത് എഴുതിയിട്ട് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ടീച്ചറെ ക്ലാസ് റൂമിലേക്ക് അത് അയച്ചു വരിക വേണ്ടത് അല്ലേ? അതെ. ഓക്കെ മാം. നിങ്ങൾ ഇതുവരെ അസൈൻമെന്റ് വെക്കാത്ത ബാച്ചാണോ ഇപ്പൊ ചോദിച്ചത്? അല്ല ഞങ്ങൾ അസൈൻമെന്റ് ടീച്ചറുടെ തന്നെ ഓൾമോസ്റ്റ് ഈ കഴിഞ്ഞതില് എന്താണ് റിമോട്ട് കൺട്രോൾ യുവർ ഹാപ്പി ലൈഫ് അതിനെ പറ്റി ഒന്ന് തന്നിരുന്നു. അത് മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ ഒരെണ്ണം ടീച്ചർ തന്നത്, അത് ടീച്ചറുടെ എന്റെ ഇമെയില് കറക്റ്റ് അല്ലാണ്ട് ടീച്ചർക്ക് വിട്ടത് വന്നിട്ടില്ല. അത് ഞാൻ വേറെ വാട്സപ്പ് നമ്പർ അവിടുന്ന് തന്നു, അതിലേക്കാ വിട്ടിരിക്കുന്നത്. അതില് മാർക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അത് ടീച്ചറുടെ ഇതിലേക്ക് ആഡ് ആയിട്ടില്ല. ടീം അത് അസൈൻമെന്റ് നോക്കുന്ന ഒരു ടീം അവരത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ല അതുപോലെ ചെയ്താൽ മതിയോ, അതോ വേറെ നമ്മുടെ ഇപ്പോഴത്തെ ഈ PG ഗ്രൂപ്പിന്റെ നോട്ട്സിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് വിടണമെന്ന് വെക്കാനുള്ള ക്ലാസ് റൂം ഉണ്ടാവുമായിരിക്കും. ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിലെ ഇൻസ്ട്രക്ഷൻസ് തരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരില്ലേ അസൈൻമെന്റ്, അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് തരും.
ഒരു മെസ്സേജ് കണ്ടല്ലോ. ടൈം പീരീഡ് ഉണ്ടോ? നിങ്ങൾ പറയൂ, എന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്യാം. ഡോണ്ട് ടേക്ക് ടു മച്ച് ഡേയ്സ്, അതായത് മോർ ദാൻ 10 days എടുക്കരുത്. നെക്സ്റ്റ് ഫ്രൈഡേ 10 daysനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. കാരണം മോർ ദാൻ 10 days ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ ഈ ഒരു യൂണിറ്റും കഴിഞ്ഞ് അടുത്ത യൂണിറ്റിന്റെ അസൈൻമെന്റ് ആവാറാകും. അതുകൊണ്ടാണ്. സോ ഓക്കെ, സോ നെക്സ്റ്റ് അത് ഓക്കെ ആയി. നെക്സ്റ്റ് നമ്മൾ മാനേജ്മെന്റിന്റെ ബേസിക് ഫങ്ഷൻസിലേക്ക് പോവാണ്. ഞാൻ ഒന്ന് സ്ക്രോൾ ചെയ്ത പേജ് ഒന്ന് വെച്ചേക്കാം. സോ ഒരു കാര്യം ചോദിച്ചോട്ടെ. പറയുന്നു ഹി ക്യാൻ ഹാൻഡിൽ ഓൾ ദ തിങ്സ്, എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നു, ഭയങ്കര നോളജ് ഉണ്ട്, ആ നോളജ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, ഞാനൊരു സ്റ്റോറി പറയാം. അപ്പൊ അവിടെ ആരാണ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാത്തത്, ആരാണ് അതിലെ കൾപ്രിറ്റ്, ആരുടെ കുഴപ്പം കൊണ്ട് ഒരു സംഭവിക്കുന്ന കാര്യം, അത് കഥ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരിടത്ത് രവി എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു. ഭയങ്കര ഇന്റലിജന്റ് ആണ്, നല്ല നോളജ് ആണ്. ആൾക്ക് പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടെ പഠിക്കുന്ന സയൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. അങ്ങനെ രവി പഠിച്ചു, സയൻസിൽ തന്നെ PG എടുത്തു, PhD എടുത്തു, റിസർച്ച് ചെയ്ത് അങ്ങനെ ആളൊരു സയന്റിസ്റ്റ് ആവുകയാണ്. രവി ഇന്നോവേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ദാറ്റ് ഇസ് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആൾക്കറിയാവുന്ന നോളജ് അപ്ലൈ ചെയ്ത് പല പല ഇന്നോവേറ്റീവ് ഐഡിയാസ് രവിക്ക് വരികയാണ്. അങ്ങനെ രവി സ്കൂൾ കാലഘട്ടം തുടങ്ങി തന്നെ ചെറിയ സ്കൂൾ എക്സിബിഷൻസ് ഒക്കെ വയ്ക്കുമല്ലോ. സയൻസ് എക്സിബിഷൻ എല്ലാ വർഷവും ഉണ്ടാവില്ലേ, കോളേജിലുണ്ടാകും. ഏതൊക്കെ ഏരിയയിൽ രവി പോയിട്ടുണ്ടോ അവിടെയെല്ലാം എക്സിബിഷന് രവിയുടെ കണ്ടുപിടുത്തങ്ങൾ വയ്ക്കും, രവിക്ക് പ്രൈസും കിട്ടും. അങ്ങനെ അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. എന്തോ കേട്ടില്ല? ഓക്കെ, അങ്ങനെ പോകുന്നു. അങ്ങനെ രവി ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ രവിയുടെ ഇന്നോവേഷൻസ് രവി ഒരു സയൻസ് എക്സിബിഷനിൽ വെക്കുന്നു. ഇതുപോലെ വേറൊരു വ്യക്തി, അശ്വതി എന്നാണ് പേര്. ഈ അശ്വതി സയൻസ് തന്നെയാണ് പഠിക്കുന്നെങ്കിലും അശ്വതിക്ക് ആർട്ടിനോടാണ് ഭയങ്കര താല്പര്യം. ഡാൻസ്, മ്യൂസിക്, പെയിന്റിങ്, ഡ്രോയിങ്, ഇതിനോടൊക്കെ നല്ല താല്പര്യമുണ്ട്. അപ്പൊ ഈ പഠിക്കുന്ന പക്ഷെ സയൻസ് ആണ്, ബട്ട് അശ്വതിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇങ്ങനെ അശ്വതി ഇങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ, ഇങ്ങനെ ജോബ് വേണമെന്നോ അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം അതുപോലെ എൻജോയ് ചെയ്ത് ജീവിക്കുവാണ്, പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സയൻസ് എക്സിബിഷൻ വെച്ചപ്പോ അശ്വതി അവിടെ പോകുന്നു, രവിയെ കാണുന്നു. ഡെഫിനറ്റ്ലി അവർ തമ്മിൽ ഇഷ്ടാവും. പാരന്റ്സിനോട് പറയുന്നു, പാരന്റ്സ് അത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് നടത്തി കൊടുക്കുവാണ്. അങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആയി. അപ്പൊ ഇവരെന്ത് ചെയ്യും? അപ്പൊ രവിയുടെ റിസർച്ച് വളരെ ശാന്തമായ സ്ഥലത്തിരുന്ന് ചെയ്യണം. അങ്ങനെ രവി പലതും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ ഇന്നോവേഷൻസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് വീടെടുത്ത് താമസിക്കുന്നത്. ഭംഗിയുള്ള വില്ലേജ്, പക്ഷെ റിമോട്ടാണ്. അങ്ങനെ അവരവിടെ താമസം തുടങ്ങി. മാരേജ് കഴിഞ്ഞ അവിടെ താമസം തുടങ്ങി. ഒരു 2 days ഒരു ഫസ്റ്റ് വീക്കേ ആയിട്ടുള്ളൂ. രവിക്ക് USA കോള് വരുക. രവി ചെയ്ത ഒരു ഡിസൈൻ US ഭയങ്കര വലിയൊരു കമ്പനി അവർക്ക് ഇഷ്ടമായി. അവർ അതിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് രവിയെ അങ്ങോട്ട് വിളിക്കുക. അപ്പോൾ ഡിലേ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് US കമ്പനി ഒരു ഓർഗനൈസേഷൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രവിക്ക് വേണ്ടുന്ന വിസയും ടിക്കറ്റും എല്ലാ സാധനങ്ങളും അവരെല്ലാം റെഡിയാക്കി. രവി ഇനി പാക്ക് ചെയ്ത് പോയാൽ മതി. 2-3 hours കൂടി ഉള്ളൂ ഫ്ലൈറ്റിന്. അപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ദേ ആർ വെരി ഫാർ അവേ ഫ്രം ദെയർ പാരന്റ്സ്. അപ്പൊ രവി അശ്വതിയോട് പറയാണ് 7 days കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. അപ്പൊ എല്ലാ സാധനങ്ങളും ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രവി അങ്ങനെ ഭയങ്കര എല്ലാം കാൽക്കുലേറ്റഡ് ആയി ചെയ്യുന്ന ഒരാളാണ്. അതായത് കിച്ചണിലേക്ക് വേണ്ടുന്ന പ്രൊവിഷൻസ്, അശ്വതിക്ക് വേണ്ടുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. പുതിയൊരു കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ച് കീ അശ്വതി ഏൽപ്പിക്കുവാണ്. പോകാൻ നേരം രവി പറഞ്ഞു, പരിചയമില്ലാത്ത സ്ഥലമാണ്, പരിചയമായി വരുന്നല്ലേ ഉള്ളവർ, പുതിയതായിട്ട് അവിടെ താമസിക്കല്ലേ. അപ്പൊ ടൈമില് രാത്രി സമയങ്ങളിൽ വണ്ടി എടുത്ത് പുറത്തു പോകരുത് എന്ന് അശ്വതിയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ 7 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു വരും, സോ എന്ന് പറഞ്ഞ് പോവാണ്. അപ്പം അങ്ങനെ ചാച്ചയൊക്കെ പറഞ്ഞു വിട്ടു. ഫസ്റ്റ് 2 days അശ്വതി വളരെ ഓക്കെ ആയിരുന്നു. വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കുക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി. പക്ഷെ 3ാമത്തെ ദിവസമായപ്പോ ആൾക്ക് ഭയങ്കര ബോറടിക്കാൻ തുടങ്ങി. സോ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് കാറിന്റെ കീ ഉണ്ടല്ലോ, എന്നാ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് കരുതിയിട്ട് കാർ എടുത്ത് കുറച്ചങ്ങ് ഡ്രൈവ് ചെയ്ത് പോയി. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയപ്പോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമോ. ഇവർക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു കലാവാസന ഉണ്ടല്ലോ.
അങ്ങനെ പോയപ്പോ ഒരു ബ്രിഡ്ജ് കണ്ടു. ബ്രിഡ്ജ് മീൻസ് താഴെ പുഴയാണ്, പക്ഷെ ഹെവി ലോഡ് വണ്ടികളൊക്കെ പോകുന്ന ബ്രിഡ്ജ് തന്നെയാണ്. അങ്ങനെ ഇവര് കാർ ആ ബ്രിഡ്ജിലൂടെ ഓടിച്ച് ബ്രിഡ്ജിന്റെ അങ്ങേ എൻഡിൽ എത്തിയപ്പോ ഇങ്ങനെ പുഴയാണല്ലോ, ഇങ്ങനെ ഒരു വാലി പോലുള്ള ഭാഗമുണ്ട്. അവിടെ നിന്ന് ഒരാള് ക്യാൻവാസിൽ പടം വരയ്ക്കും, ഡ്രോയിങ്, പെയിന്റിങ് ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ടപ്പോഴേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായി അശ്വതിക്ക്. കാരണം പുള്ളിക്കാരിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഓടി അവിടെ ചെന്ന് നോക്കിയപ്പോ ആ പെയിന്റിങ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചു. നെക്സ്റ്റ് ഡേയും അശ്വതി ഈ പരിപാടി തന്നെ ചെയ്തു. പിറ്റേ ദിവസം കാർ എടുത്ത് പോകുന്നു, അയാൾ അവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നു, അത് കാണുന്നു, അയാളുമായിട്ട് സംസാരിക്കുന്നു. ഇവര് തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്തു. തിക് ഫ്രണ്ട്ഷിപ്പായി 2-3 ഡേയ്സ് കൊണ്ട്. അങ്ങനെ ഈ രവി വരേണ്ട ദിവസമായി. അശ്വതി ഇതുപോലെ കാർ എടുത്ത് ചെല്ലുവാണ് ഈ റിവറിന്റെ മുകളിലുള്ള ബ്രിഡ്ജിലൂടെ കടന്ന്. എല്ലാ ദിവസവും തിരിച്ചു പോകുമ്പോൾ നല്ല ഇരുട്ടിയിട്ടാണ് അശ്വതി പോകുന്നത്. സന്ധ്യ ആവാറാവുമ്പോഴാണ് പോകുന്നത്. കാരണം വീട്ടിലിരുന്ന് ബോറടിക്കുവാണല്ലോ. അപ്പൊ ഈ പെയിന്റിങ്ങിന്റെ കാര്യവും എല്ലാം ചോദിച്ച് സംസാരിച്ച് അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ച് കൂട്ടുകൂടി അങ്ങനെ ഇതായി. അങ്ങനെ ലാസ്റ്റ് ഡേ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും രവിയുടെ മെസ്സേജ് ഫോണില്, ഞാൻ ഒരു 3 hours എത്തും എന്ന് പറഞ്ഞിട്ട്. അശ്വതിക്ക് ആകെ ടെൻഷനായി. കാരണം രവി പറഞ്ഞിട്ടുണ്ട് ഓ ടൈമില് കാറും എടുത്ത് പോകരുത്, അപ്പോഴേക്കും സന്ധ്യ ആവാറായി. രവി വരുമ്പോഴേക്കും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം, കാരണം ഇരുട്ടാവാറായല്ലോ. പക്ഷെ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മാറി. ഭയങ്കര ഇടി മിന്നലും മഴയും. അപ്പോ ഭയങ്കര മഴ, പാലം ഇടി മിന്നലിലൊക്കെ ഭയങ്കരമായിട്ട് ഒരുമാതിരി കുലുങ്ങാനായിട്ട് തുടങ്ങി, വൈബ്രേഷൻസ് ഒക്കെ പോലെ. അശ്വതി വേഗം കാർ എടുത്ത് പാലത്തിലേക്ക് കടന്ന് ഇപ്പുറത്ത് വരണം, കാരണം മറ്റേ സൈഡിലായിരുന്നല്ലോ ആർട്ടിസ്റ്റ്. അപ്പൊ ഗാർഡ് വന്നിട്ട് പാലം ബ്ലോക്ക് ചെയ്യും. ഗാർഡ് പറയും ഈ സമയത്ത് പാലത്തിലൂടെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടം സംഭവിക്കും, അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ താഴെ ബാർജ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോട്ടില്ലേ, ഈ നമ്മുടെ ജങ്കാറൊക്കെ പോലത്തെ, ജങ്കാർ സർവീസ് ഒക്കെ പോലത്തെ താഴെ അങ്ങനെ ഒരാളുണ്ട്, അതിൽ വലിയ ലോഡ് കയറ്റാൻ പറ്റുന്നത്, അതിൽ കയറി പോകാനായിട്ട് പറയും. സോ വേഗം തന്നെ അവര് ആ ബാർജ് അത് ഓടിക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് പോകണം എന്ന് പറയും. അയാള് പറയും 50 രൂപയാണ് ഇതിന്റെ ചാർജ്, അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകാനായിട്ട്. അപ്പം അപ്പോഴാണ് അശ്വതി ഓർക്കുന്നത് അശ്വതിയുടെ കയ്യിൽ ക്യാഷേ ഇല്ല. രവി എല്ലാ സാധനങ്ങളും ഫെസിലിറ്റിയും പ്രൊവിഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്തു, ഇൻക്ലൂഡിങ് കാറ്. ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് കാറ് കൊടുത്തു, പക്ഷെ കാശ് കൊടുത്തില്ല രവി. അപ്പോ അശ്വതി പറഞ്ഞു ഞാൻ പിന്നീട് പേ ചെയ്യാം, ഇപ്പൊ എന്നെ ഒന്ന് അക്കരെ ഭാഗത്തേക്ക് ഒന്ന് കടത്തണം എന്ന് പറഞ്ഞു. അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഈ ബാർജിന്റെ ഇയാള് പറയും ഞാൻ എന്റെ വരുമാന മാർഗം ഇതാണ്, ഞാൻ ഇത് കാശ് കൊണ്ടുപോയാലാണ് എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും കുട്ടികൾക്കും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും അങ്ങനെ ഞാൻ കഴിഞ്ഞു കൂടുന്നതാണ്, അതുകൊണ്ട് കടമായിട്ട് പറ്റില്ല, അപ്പൊ എനിക്ക് ക്യാഷ് ഉണ്ടെങ്കിലേ ഞാൻ അക്കരെ കടത്തോളൂ എന്ന് പറയും. അശ്വതി ഓടിച്ചെന്ന് നമ്മുടെ ഫ്രണ്ട് ആർട്ടിസ്റ്റിന്റെ അടുത്ത് ചെല്ലുക, 50 രൂപ കടം തരാമോ എന്ന് ചോദിക്കുകയാണ്. അയാള് ഭയങ്കര ലോജിക്കുള്ള രീതിയിൽ, ലോജിക്കല്ല, അയാൾ ഭയങ്കര തിയറി പറയും. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ് തമ്മിൽ കടം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, പിന്നെ നീ കടക്കാരനും ഞാൻ കടം തന്ന ആളുമായി പോവും, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാവും എന്ന് പറയും. അങ്ങനെ അയാള് ആ 50 രൂപ കൊടുക്കാൻ തയ്യാറാവില്ല. നല്ല ഫ്രണ്ട് അല്ലേ, ഓക്കെ. ആവശ്യത്തിന് സഹായിക്കുന്ന ആളാണ് ഫ്രണ്ട്, അനാവശ്യത്തിന് നമ്മൾ ഇതുപോലെ ഫിനാൻഷ്യലി സഹായിക്കരുത്, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അശ്വതിക്ക് ഒരു അപ്പുറത്ത് എത്തിയേ പറ്റൂ. രവി എത്താറായല്ലോ. ഗാർഡിന്റെ കണ്ണ് വെട്ടിച്ച് ഈ പാലത്തിലൂടെ കാർ ഓടിച്ച് അശ്വതി അപ്പുറത്തെ സൈഡിലേക്ക് എത്താനായിട്ട് പോകുമ്പോൾ പാലം തകർന്ന് അവര് പുഴയിലേക്ക് വീണ് ഇവര് മരിച്ചുപോയി. ഷോക്കിംഗ് അല്ലേ, പാവം രവി, ഹണിമൂൺ കഴിഞ്ഞിട്ട് പോലുമില്ല. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഇതിന് ഉത്തരവാദി? രവി അല്ലേ മാം? എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, ക്യാഷ് കൊടുത്തു, എല്ലാം കൊടുത്ത് ക്യാഷ് കൊടുത്തില്ല. ഞാൻ പറയുന്ന ആ പെണ്ണാണ്. രവി വിചാരിക്കുന്നില്ല നമ്മള് കൊടുത്തില്ലെങ്കിലും ക്യാഷ് കുറച്ച് കൊടുത്താൽ മതിയായിരുന്നു. പോകരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയത് ആളല്ലേ. പിന്നെ ക്യാഷ് ഇല്ല, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നും മുൻകൂട്ടി അത് എന്താ പറയാ ഒന്ന് ആലോചിക്കണമായിരുന്നു. ക്യാഷ് ആണല്ലോ എല്ലായിടത്തും അത്യാവശ്യമായിട്ട് വേണ്ടത്, പെട്രോളും വണ്ടിയൊക്കെ അല്ലല്ലോ. എന്തോ
അല്ല മിസ്, ഇൻ കേസ് ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടെങ്കിൽ അത് രവി ആലോചിക്കണ്ടല്ലേ? ഇപ്പൊ ക്യാഷ് കാണുമായിരുന്നല്ലോ. അശ്വതി ഇപ്പൊ പോയില്ലെങ്കിൽ ഹോസ്പിറ്റൽ എമർജൻസി വരുന്ന കാര്യം രവി ചിന്തിക്കണ്ടേ? അപ്പൊ ക്യാഷ് വേണ്ടേ? രവിയും അശ്വതിയും അതില് മാനേജർ എന്ന് പറയുമ്പോ അയാൾ എല്ലാ സൈഡും നോക്കണമായിരുന്നു. രവി എല്ലാ കാര്യങ്ങളും ഭംഗിയായി മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. ബട്ട് ഈ പറയുന്ന രവി പറഞ്ഞത് കേൾക്കാതെ അശ്വതി പുറത്തുപോയി. വട്ടവർ ഇട്ട് വീട്ടിനകത്ത് അശ്വതിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഹോസ്പിറ്റൽ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ എമർജൻസി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അല്ലെ? ആ ഒരു ഇതുണ്ട്. അപ്പൊ രവി അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അശ്വതി രവി പറഞ്ഞത് കേട്ടില്ല, അതും പ്രശ്നം. ഫ്രണ്ടോ ഇങ്ങനെയുള്ള ഫ്രണ്ടിനെയൊക്കെ കിട്ടുവാണെങ്കിൽ തീരുമാനമാവും അല്ലെ? ആവശ്യത്തിന് അല്ല മിസ്, ഇപ്പൊ നമ്മളിപ്പോ മിസ് ഒരു മിനിറ്റ്, നമുക്കിപ്പോ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഉള്ള നമ്മളിപ്പോ ഉള്ളതുകൊണ്ട് മിക്കവരും ക്യാഷ് എടുക്കാറില്ല. പക്ഷെ എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം മെട്രോയിൽ ഉണ്ടായ അനുഭവമാണ്. ഞാൻ 2 പിള്ളേരായിട്ട് ഞാൻ മെട്രോയിൽ കയറി, നോർത്തിന്റെ അവിടെ നിന്ന് കയറി. എന്റെ പിള്ളേര് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്യാഷ് എടുക്കാൻ പറ്റില്ല. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഇപ്പൊ ഞാൻ ആലോചിക്കണായിരുന്നു. ഞാൻ അവിടെ ആകെ വിഷമിച്ചു. കാര്യം QR കോഡൊക്കെ അടിച്ചിട്ടൊന്നും ഈ ക്യാഷ് പോണില്ല. അവിടുത്തെ പോലീസിനെ അങ്ങനെ ഓരോരുത്തർ നിങ്ങളെ വാട്സാപ്പ് നോക്കി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഫോണിൽ ചാർജും ഇല്ല, ഈ മറ്റേ ചാർജും തീർന്നു പോയി. അപ്പൊ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാൻ അവിടെ സത്യം പറയാൻ കരഞ്ഞു പോയി. എന്നിട്ട് പിന്നെ ഞാൻ അപ്പൊ തന്നെ വിളിച്ച്, ഹസ്ബൻഡ് ആണെങ്കിൽ വീട്ടിലും അതിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അപ്പൊ തന്നെ എന്റെ ചേട്ടനെ വിളിച്ചു. ചേട്ടനെ കലൂരിന്ന് നോർത്തിൽ വന്നു. ആ 150 രൂപ കൊടുത്തിട്ടാണ് എന്നെ മെട്രോ കയറി വന്നത്. ഇപ്പൊ ഞാൻ എവിടെ പോയാലും എന്റെ ഫോണിൽ എത്ര ക്യാഷ് ഉണ്ടെങ്കിലും കയ്യിൽ ഒരു 50 രൂപ പിടിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ നമുക്കൊക്കെ ഇതൊരു അനുഭവമാണത്. അതെ അതെ, നമ്മുടെ കയ്യില് ലിക്വിഡ് ക്യാഷ് അല്ലെ? ഒരു ഹോസ്പിറ്റൽ എമർജൻസി, എനിക്ക് ഭയങ്കര സ്വത്തൊക്കെ ഉണ്ട്, നിറയെ സ്ഥലമുണ്ട്, ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ബട്ട് ലിക്വിഡ് ക്യാഷ് വേണ്ടുന്ന സമയത്ത് ലിക്വിഡ് ക്യാഷ് തന്നെ വേണം അല്ലെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതൊരു സ്റ്റോറി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ക്ലാസ് ഒന്ന് റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട്. അവിടെ ഒരു മാനേജറിനെ പോലെ തന്നെയായിരുന്നു രവി, ബട്ട് ഈ കുഡിന്റ് മാനേജ് ഇറ്റ് വെൽ. അതൊരാളുടെ ലോസിൽ ചെന്ന് അവസാനിച്ചു. കുറച്ച് ക്യാഷ്, എന്നാൽ ഈ ക്യാഷ് നീ കയ്യിൽ പിടിച്ചോ എന്ന് രവി പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. സോ ഇത് തന്നെയാണ് ഒരു മാനേജർ എല്ലാ ലെവലിൽ നിന്നും ചിന്തിക്കണം. ചുറ്റും കണ്ണുകൾ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. എല്ലാ ലെവലിൽ നിന്നും ചിന്തിക്കണം. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ആയാൽ എങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കണം. ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള മോപ്പ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ലോഷൻ വാങ്ങുന്നു. ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഫ്ലോർ ഒത്തിരി അങ്ങോട്ട് എന്താ പറയാ സ്മൂത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാം ഈവൻ എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒരു ചെയർ വാങ്ങിയിടുമ്പോൾ പേഷ്യൻസ് വന്നിരിക്കേണ്ട ചെയറാണ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുടെ ബാക്ക് സപ്പോർട്ട് ആ ചെയർ എങ്ങനെയായിരിക്കണം, അങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വേണം ആ ഒരു മാനേജർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര എല്ലാത്തിലും എക്സ്പേർട്ട് ആയിരുന്നു, മിടുക്കനായിരുന്നു, എല്ലാം ചെയ്തു. ഒരു ബുദ്ധിമുട്ടുകളും ആ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചു ആ വിത്തിൻ ടൈം. ബട്ട് അത് ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ ക്യാഷ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാതെ പോയി. ഓക്കെ, സോ വി ലേഡീസ് ആർ ദ ബെസ്റ്റ് മാനേജേഴ്സ്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചെറിയ കഥ പറഞ്ഞത് നിങ്ങളെ ഒന്ന് റിഫ്രഷ് ആക്കാനാ. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി മാനേജ് കാര്യം. എന്തോ ഞാൻ ചിന്തിച്ചു കഥ പറയുന്നതിന്റെ കാര്യം. ഇപ്പൊ മാനേജ്മെന്റ് കാര്യമായിട്ട് പറഞ്ഞിട്ട് മാമൻ രവിയുടെ കാര്യം പറയുന്നു. എന്തൊക്കെയാ പറയുന്നത്, എന്താ ഈ പറയുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. ഇപ്പഴാ സംഭവം പിടികിട്ടിയത്, ലാസ്റ്റിലാ ഇപ്പഴാണ് കത്തിയത്. ഇതാണ് കാര്യം. അപ്പൊ നമ്മളുടെ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജറോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മാനേജറോ ഒന്നുമല്ല, പക്ഷെ ഒരു വീട്, നമ്മുടെ ഫാമിലി നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് അല്ലെ? സോ we have to do many things for them. ആ ഫാമിലി നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്ന പലരും ഉണ്ടാവും. നമ്മുടെ നൈബർഹുഡ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യാറില്ലേ, ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമ്പോഴും അതുപോലെ അഡാപ്റ്റ് ചെയ്ത് പോകുമ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യും. ലൈക്ക് നമുക്കറിയാം എന്ത് എപ്പോൾ പറയണം എന്നുള്ളത്. ദാറ്റ്സ് ഓൾസോ എ മാനേജറിയൽ സ്കില്ലാണ്. എന്തെപ്പോ പറയണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പറയണതും ഒക്കെ ഒരു മാനേജറൽ സ്കില്ലാണ്. എനിവേ നമ്മൾക്ക് ആ ഒരു പോയിന്റ്സ്, ബേസിക് ഫങ്ഷൻസ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ടതുണ്ട്. സോ അത് ആ ബേസിക് ഫംഗ്ഷന്റെ നമ്മളൊരു 5 പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് അതിന്റെയൊക്കെ ഇൻ ബിറ്റ്വീൻ അതുമായിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു പോയിന്റും കൂടെ ആക്കാം. അതിനകത്തൊരു സ്റ്റാഫിംഗ് എന്നുള്ളൊരു ഭാഗമുണ്ട്, റിക്രൂട്ടിങ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബേസിക് ഫംഗ്ഷൻ നിങ്ങൾ വേഗം ഒന്ന് വായിക്കൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. യെസ് പ്ലീസ്. സ്ക്രീന് കാണില്ല. കാണുന്നില്ലേ? ബേസിക് ഫംഗ്ഷൻസ് കാണുന്നില്ലേ? കാണുന്നുണ്ട് മാം. അത് നെറ്റ് ഇഷ്യൂ ആവാനാണ് സാധ്യത. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. മിസ്സിനെ കാണുന്നുണ്ട്, പക്ഷെ സ്ക്രീന് കാണില്ല. മിസ്സിന്റെ ഫോട്ടോ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, മിസ്സിനെയും കാണുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 weeks ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെ ഏതൊരു സ്ഥലത്താണ് നെറ്റ്വർക്ക് സ്ട്രോങ് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചൊക്കെ ഒന്ന് ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ആവും, അപ്പോഴേക്കും ക്ലിയർ ആവും. മാം PGക്ക് റെക്കോർഡ് ഉണ്ടോ? 2 ആണോ? PGക്ക് റെക്കോർഡില്ല, അസൈൻമെന്റ്സ് ഉണ്ടാകും അധികം. ഞാൻ ഡിപ്ലോമക്കാരെ കൊണ്ട് ഒരു അസൈൻമെന്റ് ചെയ്യിച്ചിട്ടുണ്ട്. 10 questions ആണ്, 100 മാർക്കാണ് അസൈൻമെന്റിന്. അത് ചെയ്ത കുറച്ച് പേര് ഇവിടെ ഉണ്ടാകും. അസൈൻമെന്റ് ആണ് കേട്ടോ ഇത്. ഞാനൊരു ബുക്ക് എടുത്ത് കാണിച്ചില്ലേ, ഞാൻ ചെയ്ത അസൈൻമെന്റ് ആയിരുന്നു. ദാറ്റ് ഇസ് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻ. നിങ്ങളുടെ മോഡ്യൂൾ 1 പാർട്ട് 4 ആകുമ്പോൾ ഈ അസൈൻമെന്റ് വെക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PGക്കാർക്ക് മാത്രം കൊടുക്കുന്ന അസൈൻമെന്റ് ആയിരുന്നു. ബട്ട് എനിക്ക് തോന്നി ഡിപ്ലോമക്കാരും അത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്. ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? അല്ല, ഇത് പാർട്ട് 4 ആയാൽ മാത്രം കേട്ടോ. പാർട്ട് 4 ആയിട്ടുള്ള ബാച്ചിന് മാത്രമാണ് ഈ അസൈൻമെന്റ് കൊടുക്കുള്ളൂ. മോഡ്യൂൾ 1 പാർട്ട് 4 ആവുമ്പോഴേ ഇത് കൊടുക്കുള്ളൂ. അവർക്ക് മാത്രമല്ല, മോഡ്യൂൾ 1 ലാസ്റ്റ് പാർട്ടില്ലേ, പാർട്ട് 4 വരുമ്പോഴാണ് ഈ അസൈൻമെന്റ് കൊടുക്കുക. 10 questions ആണ്. അത് പാർട്ട് 4 നിങ്ങൾക്ക് ആകുമ്പോൾ എല്ലാ ബാച്ചിനും അത് കിട്ടും. അതൊരു ബുക്കാ ചെയ്യുന്നത്, ബുക്കിലാണ് എഴുതുന്നത്. കാരണം 10 questions ഇല്ലേ, 10ഉം ഒരുമിച്ച് തന്നെ വേണം. ഒരേ ടോപ്പിക് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ചെയ്ത 2 ബാച്ച് ഇവിടെ ഉണ്ട്. മാം, എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂം കിട്ടിയിട്ടില്ല. കാരണം മറ്റേ ഉച്ചയ്ക്കുള്ള ക്ലാസ് റൂമാണ് എനിക്ക് കിടക്കുന്നത്. അതിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സും വരുന്നത്? അല്ലല്ല, PGക്ക് വേറെയാണല്ലോ. കിട്ടിന്ന് പറഞ്ഞല്ലോ, ക്ലാസ് സ്റ്റാർട്ട് ലിങ്ക് കിട്ടിയിട്ടില്ല. ആണോ? PGയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ എങ്ങനെയാ എടുക്കണ്ടേന്ന്. ഓക്കെ. അത് നമ്മുടെ ഓൾറെഡി ഡിപ്ലോമ ക്ലാസ്സിനുള്ള ഡിപ്ലോമ ക്ലാസ്സിന്റെ തന്നെ ക്ലാസ് റൂമിനകത്ത് തന്നെ താഴെ ഒരു പ്ലസ് പോയിന്റ് കാണിക്കുന്നുണ്ട്. അവിടുന്ന് കൊടുക്കുമ്പോൾ അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞു വരും. ഇത് 2 ക്ലാസ് റൂമിൽ തന്നെ 2 സെക്ഷനായിട്ട് കിടക്കുന്നുണ്ട്. ക്ലാസ് റൂം നമ്മൾ എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒന്നിൽ തന്നെയാണ് ഈ PGയും ഡിപ്ലോമയും വരുന്നത്. 2 അവിടെ തന്നെ ഉണ്ട്. 2 ക്ലാസ്സിലും നമുക്ക് കയറാൻ പറ്റും. ഇന്നലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഡിപ്ലോമ ക്ലാസ്സിന്റെ നോക്കാം, PGയുടെ നോക്കാം. ആ രീതിയിലാണ് രണ്ടും നോക്കാം. മോളില് PGയുടെ തൊട്ട് താഴെ നമ്മുടെ ഡിപ്ലോമ ക്ലാസ്സും. അപ്പൊ 2ലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതും പിന്നെ റെക്കോർഡ് ക്ലാസ്സസും 2ലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ റെക്കോർഡ് നാളേക്ക് ഇടുമായിരിക്കും അല്ലെ? 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ ഞാൻ കയറിയത്. ഇടണം, അങ്ങനെയാണല്ലോ പതിവ്, അങ്ങനെയാണ്. ഒരു ക്ലാസ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? ഇതും കൂട്ടി നമ്മുടെ 2ാമത്തെ ക്ലാസ് അല്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ക്ലാസ് എടുത്തില്ലേ? അതെ, ഇന്നലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ ജയദേവ് സാറിന്റെ? അല്ല, എനിക്ക് ഇന്നലെ കിട്ടിയില്ല. ഇന്ന് കുറെ ട്രൈ ചെയ്തിട്ടാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ കിട്ടി. ഇന്നലെ എനിക്ക് കയറാൻ പറ്റില്ല. അത് റെക്കോർഡ് എവിടെയും കണ്ടതുമില്ല. ക്ലാസ് വന്നു എന്നാണ് പറഞ്ഞത്. മാം, ജയദേവൻ സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആണോ? അതെ മാം, മാമിന്റെ ക്ലാസ് ആയിരുന്നു അന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്ത. അതിന് മുന്നേ വേറെ ക്ലാസ് വെച്ചിട്ടില്ല. ഇപ്പൊ ഇന്നത്തെയും കൂടെ ചേർത്ത് നമ്മളുടെ ക്ലാസ് 3 ആയി. ജയദേവ് സാറിന്റെ ഞാൻ കൂട്ടിയിട്ടില്ല, അല്ലാതെ 3 ക്ലാസ്സസ്. അതെ മാം, 3 ക്ലാസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ സാറ്റർഡേ, ഇന്നലെ തേഴ്സ്ഡേ, ഇന്ന് ഫ്രൈഡേ 3 ക്ലാസ് ആയി. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ക്ലാസ് റൂം റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ ട്രെയിനീസിന് മാത്രമേ അറിയുള്ളൂ അതിൽ വരുന്നത്. എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല കേട്ടോ. മീൻസ് ഞങ്ങൾക്ക് അത് ആക്സസ് ഇല്ല. ഞങ്ങൾ ട്രെയിനേഴ്സിന് അത് ആക്സസ് ഇല്ല. സോ അത് ശ്രദ്ധിക്കുക. പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് മനസ്സിലാത്തവർക്ക്, അതിൽ കയറാൻ പറ്റാത്തവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. മ്യൂച്വൽ സപ്പോർട്ട്. ഓക്കെ, ഫങ്ഷൻസ് വായിച്ചു കഴിഞ്ഞോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാൻ? ചോദിക്കൂ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് അസൈൻമെന്റ് ഒക്കെ A4 ഷീറ്റിലായിരുന്നു. അപ്പം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 questions ബുക്കിൽ എഴുതണമെന്ന്. അപ്പൊ അതിന് എന്തായാലും ആ ബുക്ക് വാങ്ങിക്കണം അല്ലേ? അതായിരിക്കും നല്ലത്.
കാരണം ഒറ്റ അസൈൻമെന്റ് ബുക്കായിട്ട് നമുക്കിത് കീപ്പ് ചെയ്യാം. പേപ്പർ കാരണം കുറെ എഴുതാനുണ്ട്. അപ്പൊ പേപ്പറിലാവുമ്പോ നമ്മൾ അതുപോലെ സെക്യൂർ. ഇപ്പൊ ഞാനിപ്പോ ഇതൊരു 7 years ബാക്ക് ചെയ്തതാ. ഒരു പേപ്പറിലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സേഫ് ആയിട്ട് ഇത് സൂക്ഷിക്കാൻ പറ്റൂലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 7 years ബാക്ക് ചെയ്തപ്പം അത് അങ്ങനെ തന്നെ ആ കവറും മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കും. നോ പ്രോബ്ലം. മാം, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നില്ലേ? അതിനകത്ത് തന്നെ നമുക്ക് ഈ അസൈൻമെന്റ് എഴുതിയാൽ മതിയോ ആ നോട്ടിനകത്ത്? ഇതിൽ പേജ് ബാക്കിയുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് മാം. ആണോ? എനിക്ക് വലിയ ബുക്ക് മാം, ഇങ്ങനത്തെ വലിയ ബുക്ക് വാങ്ങിക്കാനാ അത് കാരണം വലുത് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് അതിന്റെ പകുതി പോലും ആയില്ല. ഇനിയും കുറെ പേജ് കിടക്കുന്നുണ്ട്. ഭയങ്കരമായിരുന്നു കേട്ടോ. എനിക്ക് ലാസ്റ്റ് പേജ് ആയപ്പോഴേക്കും എന്റെ അസൈൻമെന്റ് തീർന്നു. ലാസ്റ്റ് പേജ്. അപ്പൊ അതിൽ തന്നെ ഒരു ഹാഫിന്ന് നമ്മള് അസൈൻമെന്റ് PG എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ മതിയില്ലേ? എന്നാലും മതി. ഒത്തിരി പേജസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. നോ പ്രോബ്ലം. ഓക്കെ മാം. നമ്മളുടെ ഈ അസൈൻമെന്റ് എഴുതിയ ബാച്ച് ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ 2 മോഡ്യൂൾസിലും നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിരിക്കും. റെക്കോർഡ് ബുക്ക് ഒന്നുമില്ല. എപ്പോഴും ചിന്തിക്കുക, അസൈൻമെന്റ് നമ്മുടെ PDF-ന്ന് തന്നെ എഴുതാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുക, അതിന്റെ പുറത്തുനിന്ന് ചിന്തിക്കുക. ഓക്കെ, ഔട്ട് ഓഫ് ദ ബോക്സ്. നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. സോ ക്യാൻ ബി വൈൻഡ് അപ്പ്, സൈൻ ഔട്ട് ചെയ്യാനോ എന്തെങ്കിലും മെസ്സേജ് തരാനോ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കുട്ടീസ് ആരെങ്കിലും ഉണ്ടോ? മിസ് എത്ര പേജ് വേണം എന്നുണ്ടോ? എനിക്കിതൊരു 120. എന്റെ അടുത്തുള്ള ഡിപ്ലോമയുടെ അസൈൻമെന്റ് ബുക്ക് വലിയ ബുക്കാണ്. അതിന്റെ ഒരു പകുതി നിന്നൊക്കെ അങ്ങോട്ട് തുടങ്ങിയാലും കുഴപ്പമില്ലല്ലോ, 2 പാർട്ടാക്കിട്ട്. ഇപ്പൊ ഒരാളത് ചോദിച്ചേ ഉള്ളൂ, കേട്ടില്ലായിരുന്നു. മതി, നോ പ്രോബ്ലം. ആ നടുക്ക് ഭാഗത്ത് PG എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് ഹെഡിങ് കൊടുക്കുക, എഴുതി തുടങ്ങുക. ഓക്കെ, എനിക്ക് ഈ ഫുൾ ബുക്ക് വേണ്ടി വന്നു ആ ഒരു അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്നും കുറച്ചിട്ടാണ് നിങ്ങൾക്ക് 10 questions തന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നു ഇതില്. കാരണം റെലവന്റ് അല്ലാത്ത ചില കാര്യങ്ങൾ എനിക്ക് തോന്നി. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് 10 questions നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഡിപ്ലോമയ്ക്ക് നിങ്ങൾ ഈ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അതിൽ പേജസ് ബാക്കി ഉണ്ടെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യാം. അസൈൻമെന്റ് ഉണ്ടാവും, റെക്കോർഡ്സ് ഇല്ല. റെക്കോർഡ് നമ്മുടെ മോഡ്യൂൾ 1 തുടങ്ങി 3 വരെയുള്ള അതിനെ റെക്കോർഡ് ബുക്ക് ഉള്ളൂ. ഈ 2 യൂണിറ്റിന് അസൈൻമെന്റുകളും ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. ഓക്കെ, എനിത്തിങ് എൽസ്? So next class we will be discussing basic functions of management and basic. എത്ര പേജ് പറഞ്ഞില്ല മാം? എത്ര പേജ്? എനിക്കിത് 120 പേജസ് ആയിരുന്നു. ബട്ട് നിങ്ങൾ എടുത്തോളൂ കൂടുതൽ, കാരണം അല്ല മാം, ഇന്ന് തന്നില്ലേ ഞങ്ങൾക്ക്? ഇന്ന് തന്ന അസൈൻമെന്റ് ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് എഴുതാൻ പറഞ്ഞത്. അത് എത്ര പേജ് വേണമെന്നോ? അതെ അതെ. അതിന്റെ പേജ് ഞാൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എത്രത്തോളം. ഒരു ബുക്ക് നിങ്ങൾ അതിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന അസൈൻമെന്റ് അതിൽ തന്നെ ആവാലോ. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര പേജ് വേണം, 4 പേജ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. ഞാൻ അങ്ങനെ പറയുന്നില്ല. ആ ഒരു എക്സാമ്പിൾ എഴുതുമ്പോ ചിലപ്പോ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കംപ്ലീറ്റ് അതിന്റെ എന്താ പറയാ നമുക്ക് മനസ്സിലാകും. ചിലത് ചിലപ്പോ 1-2 സെന്റൻസ് എഴുതുമ്പോഴായിരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. നമ്മളൊരു കോട്ട്സ് കേൾക്കുമ്പോൾ നമുക്ക് ചില കോട്ടുകൾ കേൾക്കുമ്പോൾ ആ ഒറ്റ കോട്ട് മതി മനസ്സിലാകും. ചിലത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയണം, അപ്പൊ എഴുതണം, എന്നാലേ ശരിയാവുള്ളൂ തോന്നുവാണെങ്കിൽ ഡിപ്പെൻസ്. ചിലത് ഒറ്റ സെന്റൻസിൽ കഴിയും, ചിലത് 4 സെന്റൻസ് ആയിരിക്കും, അപ്പൊ ചിലത് ഒരു പാരഗ്രാഫ് വേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ലൈക്ക് ഇത്ര പാരഗ്രാഫ് ഇത്ര വേർഡ്സ് എന്നുള്ളത് ഞാൻ പറയില്ല. ദാറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ അസൈൻമെന്റ് ആണ്, യു ക്യാൻ ഇംപ്രൂവൈസ്. ആക്ടിവിറ്റി അസൈൻമെന്റ് ഒന്നിച്ചൊരു ബുക്കിൽ ചെയ്യാൻ പറ്റുമോ? 2 ആകുന്നതാണ് നല്ലത്. നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അസൈൻമെന്റ് നോക്കാനും മറ്റേത് ആക്ടിവിറ്റി നോക്കാനും റെഫർ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഈ ഡയറി ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഈ പുതിയ വർഷം അല്ലെങ്കിൽ പഴയ വർഷത്തെ ഡയറികള് അത് മതി. എവിടെയും നമ്മൾ എടുത്തോണ്ട് പോകുന്നില്ലല്ലോ വെയിറ്റ്. അതുകൊണ്ട് അതായാലും നല്ലതായിരിക്കും. ഇഷ്ടമാണെങ്കിൽ ഡയറിയിൽ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ വാങ്ങാം. ഓക്കെ ഓക്കെ. എനിത്തിങ് എൽസ് ലൈക്ക് സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? മാർച്ച് വരെയല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്.
May I Okay, please, ma'am. ma'am? സൈൻ ഔട്ട് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു പറയൂ. അസൈൻമെന്റ് പറയുമ്പോഴത്തേക്ക് ഇത്രപാട് ഡൗട്ട് ആവശ്യമുണ്ടോ എന്നുള്ളത്, ഇത് ക്ലാസ്സിനെക്കാട്ടി കൂടുതൽ എല്ലാവർക്കും ഡൗട്ട് ചോദിക്കാനുള്ള ആകാംക്ഷയാണുള്ളത്. അപ്പം ഈ ക്ലാസ് കേൾക്കാൻ വരുന്ന നമ്മളെ പോലെയുള്ളവര് പൊട്ടന്മാരായി പോവുകയാണ്. നമ്മൾ ബാക്കി കുറേ തിരക്കുകളും മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ കുറേ കൂടുതൽ ഭാഗം നമുക്ക് ഡൗട്ടാണ് ഇവിടെ കേൾക്കുന്നത്. അസൈൻമെന്റ് ഒരു മാം പറഞ്ഞു, പിന്നെയും അതേ ഡൗട്ട് തന്നെ. മാം വിശദീകരിച്ചതിന് ശേഷം പിന്നെയും അതേ ഡൗട്ട് തന്നെയാ ചോദിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഇവർക്ക് അസൈൻമെന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇവർക്ക് എന്ത് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അത് പോരെ. അതിനുശേഷം ഞാൻ സൈനായിട്ട് പറയാം മാം. When you want something, all the universe conspires in helping you to achieve it. Paulo Coelho. Thank you, ma'am, for your wonderful session. And thank you, friends. Good night. Sign out by Aisha. Thank you, ma'am. Good night. Bye. Thank you, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Good night. Good night. Thank you. Good night. Bye. Thank Good you, night. ma'am. Bye. Good night. Bye bye.